നമസ്കാരം. നീതിബോധം എന്ന ഇന്ത്യൻ പീപ്പിൾ ടി വിയുടെ ഒരു പങ്ക്തിയിലേക്ക് സ്വാഗതം. നീതിബോധം എന്നത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു പക്ഷത്തും നിൽക്കാതെ നിഷ്പക്ഷമായി നിന്നുകൊണ്ട് ഒരു വിഷയത്തെ സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയുക എന്നതാണ്. ഇന്ന് അങ്ങനെ ഒരു നീതിബോധത്തോടു കൂടിയുള്ള ചർച്ചകൾ അല്ലെങ്കിൽ എല്ലാ സംവിധാനങ്ങളും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. കാരണം നീതി എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പുറന്തള്ളപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ എത്തിപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ, സമകാലിക വിഷയങ്ങളിൽ ആ വിഷയത്തിൻ്റെ ഒരു പക്ഷത്തെയും ചേർന്ന് നിർത്താതെ പറയേണ്ടത് പറഞ്ഞ് നിഷ്പക്ഷമായ നിലപാട് പൊതുസമൂഹത്തിനോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന പരിപാടിയാണ് ഇന്ത്യൻ പീപ്പിൾ ടി വിയുടെ നീതിബോധം എന്ന പരിപാടി. അത് മുൻകാല വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്നാലും ഇപ്പോൾ സമകാലികമായൊരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ വിഷയമാണ് ആരോഗ്യ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ പോരാട്ടവും സമരവും പൊതു തെരുവുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷത്തിൽ. വളരെ കൃത്യമായി ആ വിഷയത്തിൽ നീതിബോധത്തിൻ്റെ കൃത്യമായ അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു ഭരണകൂടമായിരിക്കുമ്പോൾ ആ ഭരണകൂടത്തിൽ ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്തവും ചുമതലയും ജീവൻ്റെ സുരക്ഷിതത്വവും ഒക്കെ ആ ഭരണകൂടത്തിൻ്റെ കൈകളിലാണ്. അതുകൊണ്ടാണ് അവരെ ജനാധിപത്യപരമായി തിരഞ്ഞെടുത്ത് ഭരണാധികാരികളായിരിക്കുന്നത്. തീർച്ചയായും അത്തരമൊരു ഭരണം നടക്കുന്ന സമയത്തിൽ സാധാരണക്കാരായ ആളുകൾക്കോ ബുദ്ധിമുട്ടുണ്ടാകാതെ ഭരണം നയിക്കേണ്ട ഉത്തരവാദിത്തം ഭരണകൂടത്തിനുണ്ട്. ആ ഭരണകൂടത്തിൻ്റെ ഏറ്റവും വലിയ വീഴ്ചയാണ് ഒരു മരണം. ഒരു പാവപ്പെട്ട വീട്ടമ്മ ഒരു ജീവൻ പൊലിയുന്ന ഒരവസ്ഥയുണ്ടായി. അതിൽ വളരെയധികം വേദനയും നീതിബോധം പൊതുസമൂഹത്തോട് പങ്കുവയ്ക്കുകയാണ്. ആ വിഷയത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കാതെ തന്നെ, ചോദിക്കാതെ തന്നെ എല്ലാ മാധ്യമങ്ങളും പൊതുസമൂഹങ്ങളും പ്രതിപക്ഷവും ഒക്കെ പറയുന്നത് പോലെ തന്നെ നീതിബോധത്തിനും പറയാനുള്ളത് വീഴ്ച ഗവൺമെൻറ്റിന് സംഭവിച്ചു എന്നാണ്. ആ വീഴ്ച അത് മനസ്സിലാക്കി അത് അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പോലെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ രാജിയാണ് അവർ ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്നത്. ഒരു മന്ത്രി രാജിവെക്കാൻ തയ്യാറാവുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഒരു കാലമുണ്ടായിരുന്നു, കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു കേരളമുണ്ടായിരുന്നു. അന്ന് ഇവിടെ ഭരണാധികാരികളും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അന്നത്തെ ഭരണാധികാരികൾ ഇത്തരം സംഭവം ഉണ്ടായാൽ സ്വമേധയാ തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അത് ചെറുതാണെങ്കിൽ പോലും അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഞാൻ ചെയ്ത ഒരു വലിയ അപരാധമാണ് എന്ന് സ്വയം വിമർശനത്തിന് വിധേയമായി സ്വയം രാജിവെച്ച് മാതൃക കാണിച്ച മഹാന്മാരുടെ പിന്മുറക്കാരാണ് ഇന്നിരിക്കുന്ന എല്ലാവരും എന്ന ഒരു ബോധ്യമുണ്ടായിരിക്കെ തന്നെ ഇന്ന് അപരാധം ചെയ്താലും തെറ്റ് പറ്റിയാലും അത് അംഗീകരിക്കാൻ പോലും തയ്യാറാകാതെ ആ സീറ്റിൽ മിടുക്കപ്പിടിച്ചിരുന്നു കൊണ്ട് രാജിവെക്കാൻ തയ്യാറാകാതെ വീണ്ടും ഈ പൊതുസമൂഹത്തിൻ്റെ ഭരണം ഞങ്ങളിൽ ഒതുക്കുന്നു എന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഭരണാധികാരികളെ കാണുമ്പോൾ നീതിബോധം പഴയ ഭരണാധികാരികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം അത്തരം ഭരണാധികാരികളെക്കുറിച്ചൊക്കെ. നിങ്ങൾക്ക് അന്വേഷിച്ചാൽ ഒരുപക്ഷെ കണ്ടെത്താൻ കഴിയും. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. എന്തായാലും ബഹുമാനപ്പെട്ട മന്ത്രി അല്ലെങ്കിൽ ആ ഭരണകൂടം ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവർക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാരത്തോടൊപ്പം അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്തുകൊണ്ട് ആ തെറ്റ് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയെങ്കിലും ചെയ്യാം എന്നതാണ് നീതിബോധത്തിന് പറയാനുള്ളത്. അത് തെറ്റാണ് അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ കുറ്റം സമ്മതിക്കുന്നത് പൊതുസമൂഹത്തിൽ മതിപ്പ് വർദ്ധിപ്പിക്കുകയുള്ളൂ. ഒരു ഭരണാധികാരിയുടെയും മേൽ ആർക്കും മോശം അഭിപ്രായം ഉണ്ടാവുകയില്ല എന്നതാണ് നീതിബോധത്തിന് ഈ സമൂഹത്തിലെ രാജിവെക്കാതെ അല്ലെങ്കിൽ തെറ്റു പറ്റിയാലും ആ തെറ്റാണ് എന്ന് അംഗീകരിക്കാൻ പോലും തയ്യാറാകാതിരിക്കുന്ന വ്യക്തിപരമായ ആളുകളോട് അഭിപ്രായപരമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷെ ഒന്നുണ്ട്, ഇവിടെ പ്രതിപക്ഷം ഒരു ഭാഗം അതാണെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് എന്ന്, അത് വീഴ്ചയാണ് എന്ന് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഇപ്പുറത്തൊരു ഭാഗം കൂടിയുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ പോരാട്ടങ്ങളും സമരങ്ങളും പൊതുവീഥികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചിന്തിക്കേണ്ടത്, ഈ സമരം എന്തിനു വേണ്ടിയാണ്? സത്യത്തിൽ ഒരു മന്ത്രി രാജിവെച്ചാൽ തീരുന്നതാണോ ഈ പ്രശ്നം? ഒരിക്കലുമല്ല. പ്രതിപക്ഷം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കേണ്ടതെങ്കിൽ അവരത് ചെയ്യാതിരുന്നാൽ അത് ചൂണ്ടിക്കാണിക്കേണ്ടത്, അത് വിളിച്ചു പറയേണ്ടത്, അന്ന് സമരം നടത്തേണ്ടത് ഈ
ഈ അവസ്ഥയിലെല്ലാം കിടക്കുന്ന ഹോസ്പിറ്റലുകളെ മാറ്റിമറിക്കേണ്ടതിൻ്റെയും ഉത്തരവാദിത്തം ഭരണപക്ഷത്തോടൊപ്പം പ്രതിപക്ഷത്തിനുമുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം പ്രതിപക്ഷം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇത് സർക്കാരിൻ്റെ മാത്രം തലയിൽ വെച്ചുകൊണ്ട് മാറി നിൽക്കാൻ സാധിക്കില്ല. കാരണം ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഒരു ബെഡിൽ 2 പേരും 4 പേരും കിടക്കുകയും തെരുവിലും വരാന്തയിലും കിടക്കുകയും ചെയ്യുന്നത് ഇന്നലെയും ഇന്നും തുടങ്ങിയതല്ല. അവിടെ ഇപ്പോഴും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ചികിത്സ കിട്ടാതെ അനുദിനം ആളുകൾ മരിക്കുന്നുണ്ട്. ഈ വികസനങ്ങളിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ പ്രാഥമികമായി മനുഷ്യന് ആവശ്യമുള്ള അവകാശങ്ങൾക്ക്, പൗരൻ്റെ അവകാശങ്ങളെല്ലാം കൈമടന്നിക്കൊണ്ട് അപ്പുറത്ത് നടക്കുന്ന വലിയ വലിയ വികസനങ്ങളുടെ നേട്ടങ്ങളിൽ അത് എൻ്റെതാണ് എന്ന് വരുത്തി നിൽക്കാൻ ഗവൺമെൻറ്റും അത് ഞങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ പ്രതിപക്ഷവും ശ്രമിച്ച് ജനങ്ങൾക്കിടയിൽ അധികാരത്തെ പിടിച്ചെടുക്കാനുള്ള നാളെയുടെ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല. ഇവിടെ അനുദിനം അനുഭവിക്കുന്ന സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകരുണ്ടായിരുന്നു മുൻകാലങ്ങളിൽ. നമ്മുടെ വീടുകളിൽ, കല്യാണങ്ങളിൽ, മരണവീടുകളിലൊക്കെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനാ പ്രവർത്തകരൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഒരു ഫ്ലെക്സ് വയ്ക്കും, അനുശോചനം അറിയിക്കുകയും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു PR വർക്ക് മാത്രമായി ഇന്നത്തെ സാമൂഹിക പ്രവർത്തനങ്ങൾ മാറുന്ന അവസ്ഥയിലേക്കൊക്കെ നമ്മൾ ചിലതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നന്മയുള്ളവരും പ്രവർത്തിക്കുന്നവരും ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അത്തരം ആളുകൾക്കൊപ്പം ഇത്തരം ആളുകൾ കൂടി ഉണ്ട് എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷെ ഒന്നുറപ്പാണ്, ഒരു മന്ത്രി രാജിവെച്ചാൽ തീരുന്നതല്ല കേരളത്തിലെ ആരോഗ്യ വകുപ്പിൻ്റെ പ്രശ്നങ്ങൾ. ഓരോ ഹോസ്പിറ്റലുകളിലും ഓരോ ആളുകളും പരിശോധിക്കണം, അന്വേഷിക്കണം. എത്ര സാമൂഹിക പ്രവർത്തകർ, എത്ര മന്ത്രിമാർ, എത്ര പ്രതിപക്ഷ ഭരണാധികാരികൾ, എത്ര MLA മാർ, എത്ര MP മാർ, എത്ര പഞ്ചായത്ത് മെമ്പർമാർ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടുന്നുണ്ട്? പോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ദുരനുഭവങ്ങൾ മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് അവിടെ നടപടിയെടുക്കാനും അവിടുത്തെ വേണ്ട പ്രവർത്തനങ്ങൾ വരുത്താനും സാധിക്കും. ഇല്ല എന്നതാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാർ സംവിധാനങ്ങളെ സാധാരണക്കാർ മാത്രമാണ് അതിനുപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അവർക്കിത് വിളിച്ചു പറയാനോ അവർക്ക് പരിഹാരം കാണാനോ ഉള്ള സാഹചര്യങ്ങളോ സംവിധാനങ്ങളോ ഇല്ലാതെ വരുമ്പോൾ ആ ദുരനുഭവങ്ങളെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗവാക്കാക്കി അവർ ജീവിച്ചു പോവുകയാണ്. ഇവിടെ വലിയ വലിയ സമുച്ചയങ്ങളും വലിയ വലിയ റോഡുകളും ഉണ്ടാകുന്നതാണ് വികസനമെന്ന് തെറ്റിദ്ധരിക്കുകയും അതിനെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വലിയ സംഭവമായി കാണിക്കുകയും ചെയ്യുമ്പോൾ പ്രാഥമികമായ മനുഷ്യൻ്റെ അവകാശങ്ങൾ പോലും, ഒരു പൗരൻ്റെ ചികിത്സ കിട്ടേണ്ട അവകാശങ്ങൾ പോലും ഉണ്ടാകുന്ന വികസനങ്ങളിൽ അവിടെ വികസനം ഉണ്ടാകുന്നില്ല എങ്കിൽ ഈ യാഥാർത്ഥ്യത്തിലുള്ള വികസനങ്ങൾ ഉണ്ടാകുന്നില്ല. കെട്ടിടങ്ങളുടെയും സമ്പന്നതരുടെയും വികസനങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത് എന്ന് നീതിബോധം വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നുറപ്പാണ്, സമരങ്ങൾ ചെയ്ത് ഒരു മന്ത്രിയുടെ രാജിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിൽ കൃത്യമായിട്ടും ഒരു രാഷ്ട്രീയമായിട്ടേ നമുക്കത് കാണാൻ കഴിയുള്ളൂ. ഭരണകൂടത്തിനെതിരെ പഴി ചാർക്കുകയും അവരുടെ കുറ്റങ്ങൾ കാണിക്കുകയും പ്രതിപക്ഷം അത് സംവിധാനങ്ങൾ അതിനെതിരെ പോരാടി എന്ന് വരുത്തി തീർക്കുകയും അടുത്ത ഇലക്ഷനിൽ വോട്ടുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതല്ല സമരങ്ങളും പോരാട്ടങ്ങളും സമൂഹത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം പ്രതിപക്ഷത്തിൻ്റെ കൂടി കൂട്ടുത്തരവാദിത്തമായിരുന്നു അത്തരം കെട്ടിടങ്ങളോ അത്തരം ബിൽഡിങ്ങുകളിലോ ഇവിടുത്തെ സാധാരണക്കാർക്കോ ചികിത്സ കിട്ടുന്നില്ലെങ്കിൽ ആ ചികിത്സ കിട്ടേണ്ടതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ചെയ്യുന്നില്ലെങ്കിൽ ഗവൺമെൻറ്റിനെ വിളിച്ചു പറയാനും നിയമസഭയിൽ അത് കൊണ്ടുവരാനും അതിനുവേണ്ടി പോരാടാനും അന്ന് സമരം ചെയ്യേണ്ടതിൻ്റെയും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വീഴ്ച വരുത്തിയതിൽ പ്രതിപക്ഷത്തിനും വലിയ വീഴ്ചയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി അതോടൊപ്പം തന്നെ ഇനിയുണ്ടാകുന്ന സമയങ്ങളിലെങ്കിലും ഈ സമരങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ സർക്കാർ സംവിധാനങ്ങളിലും ഹോസ്പിറ്റലുകളിലും ഭരണാധികാരികളും MLA മാരും അതാത് MLA മാരും ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് ഒരു ബെഡിൽ എത്ര രോഗികൾ കിടക്കുന്നു എന്നതൊന്ന് മനസ്സിലാക്കണം. ഒരു ബെഡിൽ 2 രോഗങ്ങളുള്ള ആളുകളാണ് കിടക്കുന്നത്. പരസ്പരം തൊടാനും പിടിക്കാനും പല വൈറസുകളും ബാധിക്കാൻ സാധ്യതയുള്ള ആരോഗ്യ വിഭാഗത്തിൻ്റെ ഹോസ്പിറ്റലുകളുടെ ബെഡുകളിൽ ഒരു ബെഡിൽ 2 രോഗികളും 3 രോഗികളും ഇനി കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് റോട്ടിൽ കിടക്കുന്ന, അതായത് വരാന്തയിൽ കിടക്കുന്ന രോഗികളുമുള്ള ഈ കേരളത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, ആരോഗ്യ വിഭാഗത്തിൻ്റെ ഹോസ്പിറ്റലുകളിൽ ഇനിയെങ്കിലും സന്ദർശിച്ച് ആ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കുമ്പോഴാണ് നിങ്ങൾ വോട്ട് നേടാനുള്ള അവകാശത്തിലേക്ക് എത്തുന്നത് എന്ന് പ്രതിപക്ഷത്തോട് ഒന്ന് ഉറച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും നന്മയുള്ളവരാണ് ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. കാരണം അവരുടെ ഇടപെടലുകൾ കൊണ്ടാണ് പലപ്പോഴും ഒക്കെ പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നത്. അതുകൊണ്ട് ഒന്നുറച്ചു പറയാം, നിങ്ങൾ സമരങ്ങൾ ചെയ്തോളൂ. ഭരണകൂടങ്ങളും ചിന്തിക്കേണ്ടത് തെറ്റ് പറ്റി എന്ന് പറയുന്നവർ മോശക്കാരാവില്ല. അത് ആളുകൾക്കിടയിൽ അവരുടെ റെസ്പെക്റ്റിനെ വർദ്ധിപ്പിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പ്രതിപക്ഷം ചില രാഷ്ട്രീയ നോക്കോട് കൂടിയിട്ടുള്ള സമരങ്ങളിലേക്കല്ല പോകേണ്ടത്.
തീർച്ചും അടുത്ത ദിവസമെങ്കിലും ഇവിടുത്തെ സാധാരണക്കാർക്ക് ചികിത്സ കിട്ടാൻ ഇനിയുള്ള വികസനങ്ങൾ കൊണ്ടുവരേണ്ടത് ഇത്തരം മേഖലകളിലാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തനങ്ങളെ അങ്ങോട്ട് വഴിതിരിച്ചുവിട്ട് താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അത്തരം കാര്യങ്ങളിൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമാറാകുമോ എന്നോ എനിക്കറിയില്ല. എന്നാലും നീതിബോധത്തിന് പറയാനുള്ളത് പറഞ്ഞു. ഇനി നടപടികൾ എടുക്കുന്നതും കണ്ണുള്ളവൻ കാണട്ടെ, കാതുള്ളവൻ കേൾക്കട്ടെ, മനസ്സുള്ളവൻ മനസ്സിലാക്കട്ടെ.